And finally, iOS 26.3 ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് എല്ലാ ഐഫോണിലും വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന പോലെ ഐട്യൂൺസ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം ഫീച്ചേഴ്സും ചേഞ്ചസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇതേപോലെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. വാച്ചിനും മാക്കിനും എല്ലാത്തിനും പുതിയ അപ്ഡേഷൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSന്റെ ഫോക്കസ് സംസാരിക്കാം. ഇതേപോലുള്ള ആപ്പിൾ കോണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്കറിയാം. നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കൊല്ലം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ അറിയാൻ പറ്റും. സോ ദിസ് ഈസ് വെബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം തന്നെ ആപ്പിളിൻ്റെ ഹിസ്റ്ററി തന്നെ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് നമ്മുടെ സെറ്റിങ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സെറ്റിങ്സ് എടുക്കാം, അവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ജനറൽ എടുക്കാം. താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് ഐഫോൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ്. യെസ്, ആദ്യമായിട്ട് ഐഫോണിൽ ഡയറക്റ്റ് ആൻഡ്രോയിഡിലേക്ക് ഷെയർ ഉള്ള ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പുതിയ ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഐഫോൺ ഡാറ്റാസും ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ഒരു ചേഞ്ച് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ എല്ലാവരും സർപ്രൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് ആണ്. ഈ ഒരു ഓപ്ഷൻ നേരെ സെറ്റിംഗ്സ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെക്ഷനിലാണ് കാണാൻ പറ്റുക നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്ന്. ഈ ഒരു ഓപ്ഷൻ തേർഡ് പാർട്ടി വെയറബിൾസിൽ, അതായത് സാംസങ് വാച്ചോ ഗൂഗിൾ വാച്ചോ ഒക്കെ കഴിയുമ്പോൾ ഐഫോണിലെ സെയിം നോട്ടിഫിക്കേഷൻസും ബാക്കിയാണെങ്കിലും ആ ഒരു വെയറബിളിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആർക്കും ഈ ഒരു അപ്ഡേഷനിൽ അത് വന്നിട്ടില്ല. ഓൺലി ഇൻ EU സ്റ്റേറ്റ്സിലാണ് ആ ഒരു കാര്യം ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ EUവിൽ തന്നെ പല സെലക്ടഡ് കൺട്രീസിലും ഈ ഒരു ഓപ്ഷൻ ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ഓപ്ഷൻസ് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ കാരിയർ എന്ന് പറയുന്നത് എയർടെലാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ യൂസേഴ്സ് അനുസരിച്ച് BSNL, എയർടെലോ, ജിയോ അങ്ങനെ ഉണ്ടാവും. അതേപോലെ സെലക്ടഡ് കാരിയേഴ്സിന്, പുറത്തുള്ള സെലക്ടഡ് കാരിയേഴ്സിന് അവിടെ പ്രിസൈസ് ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ആപ്പിൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിമിറ്റേഷൻ വന്നിരിക്കുന്നതും ചില ലിമിറ്റഡ് ഡിവൈസിലാണ്. ഒന്ന് C1 ചിപ്പും, രണ്ട് C1X എന്ന് പറഞ്ഞ ചിപ്പുള്ള ഡിവൈസിൽ. iPhone 16eയിലും iPhone Airലുമാണ് ഈ ലിമിറ്റഡ് പ്രിസൈസ് ലൊക്കേഷൻ സെറ്റിങ്സ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ വാൾ പേപ്പർ സെക്ഷനാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം, താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വാൾ പേപ്പർ എന്ന ഓപ്ഷൻ എടുക്കാം. പുതിയൊരു വാൾ പേപ്പർ ആഡ് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നേരത്തെ ഒരു കാറ്റഗറി ആയിട്ടിരുന്ന വെതറും ആസ്ട്രോണമിയും ഇപ്പോൾ 2 കാറ്റഗറി ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സെറ്റിങ്സിൽ പറയുന്നതുകൊണ്ട് തന്നെ വാൾ പേപ്പറിന് വേറെ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ താഴത്തേക്ക് പോകാം, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എടുക്കാം. ലൊക്കേഷൻ സർവീസ് എടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വാൾ പേപ്പറിന് വേണ്ടിയുള്ള വെതർ ഓപ്ഷൻ സെപ്പറേറ്റ് ഒരു സെറ്റിങ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വാൾ പേപ്പർ സെറ്റിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ വാൾ പേപ്പറിൽ എപ്പോഴൊക്കെയാണ് നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യേണ്ടത്, ഇനി ആക്സസ് ചെയ്യേണ്ടത്, ഓരോ വട്ടവും ഈ പറഞ്ഞ ലൊക്കേഷൻ ഷെയർ ചെയ്യണോ എന്നിങ്ങനെ എല്ലാ കറക്റ്റ് ഡീറ്റെയിൽസും ഇവിടെ ഇൻഡെപ്ത് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ എയർടാഗ് 2nd ജനറേഷൻ പുതുതായിട്ട് റിലീസ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്പോർട്ടും iOS 26.3ൽ ആപ്പിൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗ്ഗുകളും ബഗ് ഫിക്സസും നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ബഗ് ഫിക്സ് എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. കുറേയധികം യൂസേഴ്സിന് ഈ ഒരു ആപ്പിൾ മ്യൂസിക് കുറച്ചധികം ക്ലട്ടറിങ് ആവുകയും അതോടൊപ്പം പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നു എന്നിങ്ങനെ കുറേയധികം ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂസ് ആപ്പിൾ മ്യൂസിക്കിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേയധികം കൂട്ടുകാർക്ക് ഓട്ടോമാറ്റിക്കലി ഡിവൈസ് റീസ്റ്റാർട്ട് ആവുന്ന ഒരു ബഗ് ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു ലോഡിംഗ് സ്ക്രീൻ വരും, ഫുൾ ബ്ലാക്ക് ആവും, ഫോൺ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവും. ആ ഒരു പ്രോബ്ലം ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ റിസോൾവ് ചെയ്യുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അടുത്തൊരു ബഗ് ഫിക്സ് എന്ന് പറയുന്നത് ക്യാമറ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. കുറേയധികം കൂട്ടർക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോ വല്ലാണ്ട് പ്രോസസ്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ആ പ്ലാനിൻ്റെ കറക്റ്റ് കളർ ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ സാച്ചുറേഷൻ കൂടി പോവുക എന്നിങ്ങനെ ഓവർ പ്രോസസ്സ് ആവുന്ന ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കാർ പ്ലേയിൽ ഒരു ഇഷ്യൂ ആപ്പിൾ പറയുന്നുണ്ട്. എയർ കണക്ടിവിറ്റി, അതായത് നമ്മുടെ ആപ്പിളിലേക്ക് എയർ പ്ലേ, എയർ ഡ്രോപ്പ്, അതോടൊപ്പം കണ്ടിന്യൂറ്റി ക്യാമറ എന്നീ പറഞ്ഞ കാര്യങ്ങൾക്ക് ബഗ് ഉണ്ടെന്ന് ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയ അടുത്തൊരു ബഗ്ഗായിരുന്നു വാൾ പേപ്പർ ഡിമ്മിങ് ബഗ് എന്ന് പറയുന്നത്. എൻ്റെ ഹോം സ്ക്രീനിൽ നിന്ന് ലോക്ക് സ്ക്രീനിലേക്ക് പോകുമ്പോൾ
വാൾപേപ്പർ ഒന്ന് ഡിമ്മാകുക, ഹോം സ്ക്രീൻ ഒന്ന് ഡിമ്മാകുക എന്നിങ്ങനെ ഒരു ബഗ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സർപ്രൈസിംഗ്ലി അങ്ങനത്തെ യാതൊരു ബഗ്ഗും വാൾപേപ്പർ ബേസ്ഡ് ആയിട്ട് വന്നിട്ടില്ല. നിങ്ങൾക്ക് അതേപോലത്തെ ബഗ്ഗോ കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഡിസ്പ്ലേ ഇഷ്യൂ, ഐഫോൺ ഈ പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ അടിച്ചു പോകുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലൈൻ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഐഫോൺ 11 പോലും ഈ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ വരുന്നുണ്ട്. സോ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഒരു അപ്ഡേറ്റിന് മുമ്പ് നമ്മുടെ ഡിവൈസ് ഇത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഡിവൈസിൽ ഇപ്പോൾ യാതൊരു സ്ക്രാച്ച് ഇല്ല, കംപ്ലൈൻറ്റ് ഇല്ല എന്നിങ്ങനെ ഒരു കംപ്ലീറ്റ് വീഡിയോ എടുത്ത് വെക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റിന് ശേഷം വീഡിയോ എടുത്ത് വെക്കുക. കാരണം അപ്ഡേറ്റിന് ശേഷം നിങ്ങളുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയോ കാര്യങ്ങൾ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്റർ, ആപ്പിളിൻ്റെ ഒഫീഷ്യലോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ ഒരു തെളിവിനായിട്ട് കാണിക്കാൻ പറ്റുക നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ താഴത്ത് വീണിട്ടില്ല, കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണമാണ് എൻ്റെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ പോയെന്ന് തെളിയിക്കാൻ വേണ്ടി ആ ഒരു പ്രൂഫ് നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്ഫുൾ ആവും. ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ഐഫോൺ 16 റീപ്ലേസ് ചെയ്ത് എനിക്ക് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് ബാക്കി കാര്യം ചോദിക്കുമ്പോൾ റാം കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്തതുപോലെ ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ ഫാസ്റ്റായിട്ട് ലോഡ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്യാമറ ആയിക്കോട്ടെ, ഫോട്ടോ ആയിക്കോട്ടെ എന്നിങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും നല്ല ഫാസ്റ്റായിട്ടും സ്മൂത്തായിട്ടും ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റാം മാനേജ്മെൻറ്റും അതോടൊപ്പം ഒപ്റ്റിമൈസേഷനും നല്ല രീതിക്ക് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഡിവൈസ് ഐഫോൺ 11 ആണ്. ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര കൊല്ലം വരെ ഏജ്ഡ് ആയിട്ടുള്ള ഫോണിൽ iOS 26.3 അത്രയും സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഒപ്റ്റിമൈസേഷനും അതോടൊപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പെർഫെക്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.3ൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റ് തറോലി നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ബഗ് ഉണ്ടോ, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഡിവൈസിൻ്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ പുതിയ കാര്യങ്ങളും അറിഞ്ഞു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള എല്ലാ ആപ്പിൾ കോണ്ടന്റ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് കുറേ പുതിയ കാര്യം അറിയാൻ പറ്റും. വാൾപേപ്പർ ആണെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എവിൻ സേവിയ സൈനിങ് ഫ്രം എവിക്ക.